മൂന്നിലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത്. മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടെന്നാണ് പറയുക. മുറവിളി കൂട്ടിയില്ലെങ്കിൽ കൂട്ടിക്ക് അവരൊക്കെ ഉണ്ട്. വർഷം തീരുന്ന സമയമാകുമ്പോഴത്തേക്കും ശനി 7.5 ശനി 2ാം ഘട്ടത്തിൽ കിടക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പോലീസ് കേസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പൊതുവെ മീനം രാശിക്കാർക്ക് കടൽ കടന്നു പോകുന്നത് നന്നായിരിക്കും. മീനം രാശിയുടെ പുതുവർഷ ഫലങ്ങളിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും നമ്മുടെ രാശികൾ അവസാനത്തെ രാശിയാണ് മീനം രാശി. മീനം രാശിയിൽ വരുന്നത് പുരരുട്ടാതി 4 ഉത്രട്ടാതി രേവതിയാണ്. അവിടെ ശിവൻ്റെ ശരിക്കും പറഞ്ഞാൽ ശനിയുടെ സന്താനം എന്ന് പറയുന്നതാണ് ഉത്രട്ടാതിയൊക്കെ. ശനി ഇഷ്ടപ്പെടുന്നതാണ് പൂയം, ഉത്രട്ടാതി, അനിഴം നാളുകാരൊക്കെ. അപ്പോൾ ഈ ഉത്രട്ടാതി നാളുകാർക്ക് ഇവർക്ക് 3ലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത്. 3ലെ വ്യാഴം മുറവിളി കൂട്ടെന്നാണ് പറയുക. മുറവിളി കൂട്ടിയില്ലെങ്കിൽ കൂട്ടിക്ക് അവരൊക്കെ ഉണ്ട് വർഷം തീരുന്ന സമയമാകുമ്പോഴത്തേക്കും. അപ്പം വേറെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ശ്രദ്ധ വയ്ക്കുന്ന നന്നായിരിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിലൊക്കെ കടം വാങ്ങിച്ച് വലിയ വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവസാനം മുറവിളി കൂട്ടി ഓടേണ്ടി വരും. അതുകൊണ്ടൊന്ന് പ്രിക്കോഷൻ എടുക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, പേടിക്കാനല്ല. പിന്നെ 12ലാണ് ശനി. അവർക്ക് ശനി 7.5 ശനിയാണ് ഇപ്പോൾ തുടങ്ങി. 7.5 ശനിയുടെ കാലഘട്ടമാണ് ഇപ്പോൾ. ശനിയുടെ കാലഘട്ടം 7.5 ശനി എന്ന് പറയുമ്പോൾ പൊതുവേ പറഞ്ഞാൽ മധ്യത്തിലാണ് കുറച്ചും കൂടെ ദോഷം വരുന്നത്. തുടക്കത്തിൽ ഇവർക്ക് നല്ലതാണ് മീനം രാശിക്കാർക്ക്. പിന്നെ ജന്മത്തിലാണ് രാഹു നിൽക്കുന്നത്. ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ പൊതുവെ ഇവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഇപ്പോൾ തൊഴിലൊക്കെ ഇല്ലാതിരുന്നവർക്കൊക്കെ ഇപ്പോൾ തൊഴിലൊക്കെ കയറിയിട്ടുണ്ട്. കുറച്ച് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ നല്ല ശ്രദ്ധയോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടിയും ഒരു നല്ല എന്താ പറയുക ശരിക്കും ഒരു ആത്മാർപ്പണത്തോടു കൂടി അത് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ അവരുടെ തൊഴിലൊക്കെ എപ്പോൾ പോകുന്നൊക്കെ ചിലപ്പോൾ പേടിക്കാൻ. ശനി 7.5 ശനി 2ാം ഘട്ടത്തിൽ കിടക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പോലീസ് കേസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ അവർക്ക് നല്ലൊരു നിലയിൽ എത്താൻ പറ്റും. നല്ലൊരു പൊസിഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. ഒരു സ്ഥാനാന്തര പ്രാപ്തിയൊക്കെ അവർക്ക് വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ധനാഗമനം വരുന്നുണ്ട്. ഈ ജോലിയിലുണ്ടായിരുന്ന മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് ധനം വന്നു ചേരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ദശ നോക്കിയിട്ട് ദശയിൽ മോശം അവസ്ഥയാണ് പോകുന്നതെങ്കിൽ അതിനും കൂടെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് 1200 ആണ്ട് ഈ പറയുന്ന മീനം രാശിക്ക്. അതുപോലെ തന്നെ കർമ്മസ്ഥലത്ത് വാക്ക് തർക്കങ്ങളോ കൊളീഗ്സായിട്ടോ അല്ലെങ്കിൽ മേലധികാരികളായിട്ടൊക്കെ തർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാതെ നോക്കുന്നത് നന്നായിരിക്കും. അപ്പം നമ്മൾ ഏതെങ്കിലും കാര്യം ചിലപ്പോൾ മേലധികാരി പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഒന്ന് സൈലൻ്റ് ആകുന്നത് നമുക്ക് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നമ്മുടെ തൊഴിൽ നിലനിർത്താനും നല്ലതാണ്. ചിലപ്പോൾ നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തൊഴിൽ സ്ഥലത്ത് ഇവർക്ക് വന്നു ചേരാം. പിന്നെ വാക്ക് തർക്കങ്ങൾക്കൊന്നും പോവാതിരിക്കുക, രമ്യതയിൽ പോകാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വിയോഗം മനസ്സിന് വല്ലാതെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അത് അവർക്ക് ചിലപ്പോൾ നേരത്തെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ സാഹചര്യങ്ങൾ അവർക്കത് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കാം. അപ്പോൾ അത് ഈ ഒരു 1200 ആണ്ടിൽ അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പല നഷ്ടങ്ങളും വരുത്തി വയ്ക്കുന്ന നേരത്തെ ഇപ്പോൾ ഈ ഒരു 2-3 മാസം കൊണ്ട് പല നഷ്ടങ്ങളും അവർക്ക് വന്നു ചേരുന്നുണ്ട്. അതുകൂടാതെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് അവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നുണ്ട്. അവർ അഭിനയിച്ച സിനിമയാണെങ്കിലും അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്താണ് ആ സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നാടകരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ കുറച്ച് നേട്ടങ്ങൾ ആദായമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഊഹക്കച്ചവടത്തിലൊക്കെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അവർക്ക് കുറച്ച് ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. ഷെയർ മാർക്കറ്റിലൊക്കെ പണം ഇട്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ നേട്ടങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോട്ടറി, അതുപോലെ ചിട്ടി അങ്ങനെയുള്ളതൊക്കെ കൂടിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ലോട്ടറി എടുത്തിട്ട് നല്ല സമയം നോക്കി ലോട്ടറി എടുത്താൽ അതിൽ നിന്ന് അവർക്ക് ധനാഗമനം വരുന്നുണ്ട്. ചിട്ടിയൊക്കെ കൂടിയിട്ട് വിളിക്കാൻ പോകാൻ പറ്റാതിരുന്നവർക്കൊക്കെ ചിട്ടി പണമൊക്കെ കിട്ടാനൊക്കെയുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. സർക്കാർ തലത്തിലുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും മേലധികാരി കോപമൊക്കെ വരാം. അപ്പോൾ അത് വരാതിരിക്കാൻ സർക്കാർ ജോലിയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം മേലധികാരി കോപം വന്നാൽ ചിലപ്പോൾ ജോലിയിൽ തുടർന്നുകൊണ്ട് പോകാൻ അവർക്ക് ബുദ്ധിമുട്ട് വരാം. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പൊതുവിലെ നേട്ടങ്ങളാണ് ആദ്യ വർഷ പകുതിയിൽ കിട്ടുന്നത് എങ്കിലും തന്നെ 7.5 ശനിയുടെ ആ ഒരു ഇതും വ്യാഴം 3ലാണെങ്കിൽ ഇപ്പോൾ വ്യാഴം 3ൽ വന്നിട്ട് ഇപ്പോൾ ആർക്കും അതിൻ്റെ ദോഷങ്ങളായി തുടങ്ങിയിട്ടില്ല. പക്ഷേ മധ്യത്തോടു കൂടി ചിലപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരാം. വ്യാഴം അടുത്ത ഇതിൽ മാറുന്നുണ്ട്, 2025 മാറുന്നുണ്ട്. അപ്പോൾ വ്യാഴം 4ലേക്ക് വരുമ്പോൾ ഈ 3ൻ്റെ എഫക്റ്റ് കുറച്ച് അവർക്ക് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ലാഗ് ചെയ്ത് വരാതിരിക്കാനായിട്ട് അവരുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് രോഗചികിത്സയോ ചിലവുകളൊക്കെ ഇവർക്ക് വർദ്ധിക്കാം. ഇവരുടെ മാതാവിന് വേണ്ടിയിട്ട് അസുഖം വർദ്ധിക്കുക, ചിലപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. പൊതുവെ ഇവരുടെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള അസുഖ കാര്യത്തിലൊക്കെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കുക. വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഇവർക്ക് മൂർച്ഛിക്കാൻ സാധ്യത കൂടുതലാണ്. ഞരമ്പ് സംബന്ധമായിട്ട് വാദസംബന്ധമായിട്ട് രക്തസമ്മർദ്ദം, അതായത് പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഇവർക്ക് കൂടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ കൂടാതെ തന്നെ കർമ്മരംഗത്ത് ധാരാളം പ്രതിബന്ധങ്ങളെയൊക്കെ നേരിട്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവരുടെ ആത്മവിശ്വാസം കൊണ്ട് ഇവർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് മീനം രാശി. എന്തായാലും 1200 ആണ്ട് പുതിയ നേട്ടങ്ങളുമായിട്ട് മീനം രാശി മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും മീനം രാശിക്കാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ള വ്യക്തികളായിരിക്കും ഇവർ എന്നുള്ളതാണ്. ആ രാശിയുടെ ഒരു സ്വരൂപം അങ്ങനെയാണ്. അപ്പോൾ ഇത് ചെയ്യണോ അത് ചെയ്യണോ, നാട്ടിൽ നിൽക്കണം വിദേശത്ത് പോകണോ, ഇങ്ങനെയൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും. പൊതുവെ മീനം രാശിക്കാർക്ക് കടൽ കടന്നു പോകുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അത്
നന്നായിട്ട് ശ്രമിക്കുക. കൂടാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നതും ഈ പറഞ്ഞതുപോലെ കുറച്ച് നാട്ടിൽ അത്രയ്ക്ക് വലിയ അഭിവൃദ്ധി ഇപ്പോൾ പ്രശ്നങ്ങൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചിന്തിക്കുക സാരില്ല, ഇത് കടന്നു പോകാൻ നമുക്ക് എന്നെക്കൊണ്ട് സാധിക്കും എന്നൊക്കെയാണ്. അങ്ങനെയല്ല, കുറച്ചും കൂടി മുന്നോട്ട് പോകും തോറും കുറച്ചും കൂടി ഇത് ഒരു ഇപ്പം നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു മുടന്ത് വരിക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കണ്ടീഷനിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക. വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവർ തീർച്ചയായിട്ടും അതിന് പരിശ്രമിക്കുക. വലിയ നേട്ടം അത് ഉണ്ടാക്കില്ല എങ്കിലും നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഗുണം ചെയ്യും എന്നുള്ളതാണ്. നല്ല സന്തോഷം ടീച്ചറെ. മേഡം, അതായത് നമ്മൾ ഈ പറയുന്ന രാശികളിൽ അവസാനത്തെ രാശിയുടെ 1200-ാം ആണ്ടിലെ ഫലങ്ങൾ പറയുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നമ്മൾ ഈ പറയുന്ന ഫലങ്ങൾ ഉൾക്കൊള്ളുകയും ടീച്ചർ പറഞ്ഞതുപോലെ കടൽ കടന്നു പോകുന്നതാണ് ഇവർക്ക് ഉചിതമെന്ന് പറയുന്നുണ്ട്. അതുപോലെ രമണി മേഡം പറഞ്ഞത് ഇവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും നല്ലതിലേക്ക് വരും, പക്ഷേ എടുക്കേണ്ട പ്രിക്കോഷൻസും എടുക്കണം തീർച്ചയായിട്ടും. ഇതിന് എന്ത് പരിഹാരമാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്? ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇതിൽ ഈ മീനൻ രാശിയിൽ വരുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർ അവർ നിർബന്ധമായിട്ട് ശനി, അവരുടെ അച്ഛനാണ് ശനി, അവർ ശനിയെ എന്തായാലും ശനിയെ ഉപാസിക്കണം. ജന്മാന്തരം അവർ ശനി ഉപാസിക്കുന്ന നന്നായിരിക്കും, പ്രത്യേകിച്ച് ഈ കാലത്ത് വളരെ നല്ലത്. അപ്പോൾ ഇപ്പോൾ വിദേശത്ത് പോയിരിക്കുന്നവർക്കൊന്നും ശനി ഉപാസിക്കാൻ സാധിച്ചു എന്ന് വരില്ല, എങ്കിലും ശനിയാഴ്ച ദിവസം പറ്റുന്ന മന്ത്രങ്ങൾ ജപിക്കുക. ശാസ്താ മന്ത്രങ്ങളൊക്കെ ധാരാളമുണ്ട്, അത് ജപിക്കുക. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ മൂലമന്ത്രങ്ങളുണ്ട്. പിന്നെ അവരുടെ പിതൃക്കൾക്ക് നാട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് പച്ചനമ്മമാരൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ പിതൃകർമ്മങ്ങൾ ചെയ്യുക. പിന്നെ മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ മറ്റു നക്ഷത്രക്കാരാണെങ്കിലും അവർ ശനിയുടെ നാട്ടിലുള്ളവരാണെങ്കിൽ ശാസ്താക്ഷേത്രത്തിൽ പോവുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പമൊക്കെ കിട്ടും. അതിപ്പോൾ അന്വേഷിച്ച് പോകാൻ പറ്റില്ല. എള്ള് പായസം കഴിക്കുന്നത് വളരെ വിശേഷമാണ്. എള്ള് പായസം ശാസ്താവിനെ കഴിക്കുന്നത്. ചിലവർ എള്ള് തിരി കത്തിക്കും, പക്ഷെ അമ്പലത്തിൽ ചെന്നാൽ എള്ള് തിരി ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടെങ്കിൽ പോകും. പക്ഷെ നീരാഞ്ജനമാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത്. നീരാഞ്ജനമാണ് ശനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വിശേഷമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹനുമാന് വ്രതം എടുത്തുകൊണ്ട് ഹനുമാൻ ഉപാസിക്കുന്നതൊക്കെ ഈ ശനിദോഷം മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. ബിസിനസ്സുകാർക്കൊക്കെ ചിലവർ പറയും ഈ ശനിയിൽ നമ്മുടെ ജന്മനക്ഷത്ര കല്ല് മാത്രം ധരിച്ചാൽ മതി. അപ്പോൾ ഈ ജന്മനക്ഷത്ര കല്ലിനേക്കാൾ കൂടുതലായിട്ട് ഇവർ ചെയ്യുന്ന പ്രാർത്ഥനകളും ഉപാസനകളുമാണ് ഇവർക്ക് നല്ലത്. അപ്പോൾ അതിനെ ഒരു നിരന്തരമായിട്ടൊരു യൂഷ്വൽ ലൈഫിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നേട്ടങ്ങൾ. പിന്നെ വ്യാഴാഴ്ച ദിവസം 3 വ്യാഴമാണ്, മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കാൻ പോവുക. അപ്പോൾ മുറവിളി കൂട്ടാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഇവരോട് പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ മക്കളോടും കൂടെ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന സാമ്പത്തിക കാര്യത്തിലൊക്കെ എപ്പോഴും വിജിലൻ്റ് ആവുക. ഇപ്പുറത്തുനിന്ന് ഒരു 5 ലക്ഷം രൂപ കടം മേടിച്ചു, ഇപ്പുറത്ത് കൊണ്ടുവന്ന് 8 ലക്ഷം രൂപ ചിലവാക്കി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കടം വീട്ടാൻ പറ്റാതെ വർഷം അവസാനം വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടും. അടുത്ത രാശിമാറ്റം നിങ്ങൾക്ക് ഗുണം ചെയ്യില്ലെന്നുള്ളതാൽ ഇത്. അപ്പോൾ ഈ മുറവിളി കൂട്ടുന്ന ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആസ്ട്രോളജിയിൽ ടോർച്ചടിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. തോന്നിയ പോലെ പണം ചെലവ്, അതിലൊക്കെ ഒരു വിജിലൻ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സന്തോഷം. നമ്മൾ ഈ പറയുന്ന വർഷഫലത്തിനെ കുറിച്ചൊരു സംസാരം വരുന്ന സമയത്ത് ABC മലയാളം ജ്യോതിഷം എന്ന പാനലിൽ വരുന്ന ജ്യോതിഷികൾ, അതായത് ഒരു ജാതകന് നല്ലൊരു ദൈവജ്ഞന്റെ ദൈവത്തിനെ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു ദൈവജ്ഞൻ വഴി ഒരു ടോർച്ച് ലൈറ്റ് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നല്ലൊരു ഇൻഫർമേറ്റീവ് സെഷൻസ് പലതും നമ്മൾ എടുക്കുന്ന സമയത്ത് പ്രേക്ഷകരുടെ റിക്വസ്റ്റ് മൂലമാണ് നമ്മൾ ഈ പറയുന്ന പുതുവർഷ ബലം എന്നുള്ള സംഭവത്തിലേക്ക് കടന്നത്. പക്ഷേ 100% ആക്യുറസി ഒരു പുതുവർഷ ബലത്തിലും ഉണ്ടാകില്ല എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുക. അവരുടെ ജാതകം നല്ല രീതിയിൽ നല്ല ജ്യോതിഷനെ കൊണ്ട് വിശകലനം ചെയ്യുകയും അതിന് വേണ്ട ദശ ഏതാണ്, ദശാപഹാരം ഏതാണ് നോക്കിയതിനു ശേഷം പരിഹാരങ്ങൾ എടുക്കുകയും ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇനി ജാതകം ഇല്ല ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന സൽക്കർമ്മങ്ങൾ, ക്ഷേത്ര ദർശനം, പ്രാർത്ഥന, നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ, അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറുക, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക. അത്രേ ഉള്ളൂ. എല്ലാവർക്കും. കൂടാതെ ഇപ്പം നമ്മൾ ഇവിടെ ഈ പല രാശികളെ സംബന്ധിച്ചും ദോഷത്തെ ആയിരിക്കും കൂടുതൽ എടുത്തു പറഞ്ഞത്. അതിൻ്റെ കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഗുണഫലങ്ങൾ വരുമ്പോഴേ നമ്മൾ പൊതുവേ തന്നെ വളരെ അപൂർവം ചിലർ മാത്രമേ സന്തോഷമുള്ള കാര്യങ്ങൾ വരുമ്പം നമ്മുടെ അടുത്ത് വന്ന് എന്തുകൊണ്ടും ചോദിക്കാറുള്ളൂ. ദുരിതം വരുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മളോട് ചോദിക്കുക. മാത്രമല്ല എടുത്ത് കാണിക്കുന്നതും അത് തന്നെയാണ്, പ്രതികൂലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗുണത്തെ അത്രയധികം എടുത്ത് പറയാത്തത്. കാരണം ഗുണം വരുമ്പോൾ എല്ലാവരും സന്തോഷിക്കും എന്നുള്ളത് കൊണ്ടും ദോഷത്തെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടതും. ഗുണത്തെ വർദ്ധിപ്പിക്കാൻ ഇനി പ്രയത്നിച്ചില്ലെങ്കിൽ പോലും ദോഷത്തെ പ്രതിരോധിക്കാൻ പണ്ട് പറഞ്ഞിട്ടില്ലല്ലോ, എന്താ പറയാ,
നല്ല കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് എന്ന പോലെ എപ്പോഴേ നമ്മൾ ദൈവത്തിനെ വിളിക്കും. അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോയാൽ അത്ര ദോഷങ്ങൾ നമ്മളെ ബാധിക്കില്ല. മാഡം പറഞ്ഞതും ടീച്ചർ പറഞ്ഞത് ശരിയാണ്. അത് ക്രൈസിസ് വരുന്ന സമയങ്ങളിലാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ജ്യോതിഷൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ ഒരു സജഷൻ ക്രൈസിസ് മാത്രമല്ല, സന്തോഷം വരുമ്പോഴും നല്ലൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോവുകയും, ഈ ജ്യോതിഷന്മാർ 2 രീതിയിലാണ് ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒന്ന് പേടിപ്പിച്ചും, ഒന്ന് പ്രതീക്ഷകൾ കൊടുത്തു. അപ്പോൾ പ്രതീക്ഷകൾ കൊടുക്കുന്ന അതെ അതെ അങ്ങനെയുള്ള ജ്യോതിഷന്മാരിലേക്കും നല്ല അറിവുള്ള ജ്യോതിഷന്മാരിലേക്കും മാത്രം പോവുക. നിങ്ങളുടെ ജീവിതം 100% മാറിമറിയും. നന്ദി, നമസ്കാരം. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.